വന്നിരിക്കുന്നത് ഹൽവ റെസിപ്പിയുമായിട്ടാണ്. ഹൽവ എന്ന് പറയുമ്പോൾ നമ്മൾ പല രീതിയിൽ ഹൽവ ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബ്രെഡ് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഈ ബ്രെഡ് വെച്ചിട്ടുള്ള ഹൽവ റെഡിയാക്കി എടുക്കാൻ പറ്റും. മറ്റുള്ള ഹൽവ പോലെ നമുക്ക് അധികം നെയ്യിൻ്റെയോ എണ്ണയുടെയോ ഒന്നും ആവശ്യമില്ല. ഇതിന് വളരെ കുറച്ച് നെയ്യ് ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ബ്രെഡ് വെച്ചുള്ള ഹൽവ എങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം. ബ്രെഡ് ഹൽവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ സൈഡിലുള്ള ആ ബ്രൗൺ കളറൊന്നും കളയാതെ മുഴുവനായിട്ട് തന്നെയാണ് മിക്സിയിലിട്ട് പൊടിച്ച് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് കളറിൻ്റെ എസെൻസ് ചേർക്കുന്നത് കൊണ്ട് ഞാനതിൻ്റെ ബ്രൗൺ കളറൊന്നും കളഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾ എസെൻസ് ചേർക്കുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അരികൊക്കെ ഒന്ന് മുറിച്ചിട്ട് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഒരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം നെയ്യ് മെൽട്ടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഈ പൊടിച്ചു വെച്ച ബ്രെഡ് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ബ്രെഡ് ഒന്ന് വറുത്തെടുക്കണം. ഈ നെയ്യിലൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമുക്ക് ബ്രെഡ് ഈ പൊടിച്ച ബ്രെഡ് ഉണ്ടല്ലോ അതൊന്ന് നന്നായി വറുത്തെടുത്തിട്ട് നമുക്ക് ഹൽവ ഉണ്ടാക്കിയെടുക്കാം. വറുക്കാതെയും ഹൽവ ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ കുറച്ചും കൂടി ടേസ്റ്റ് കൊടുക്കുന്നത് ഇതുപോലെ വറുത്തിട്ട് ഹൽവ ഉണ്ടാക്കുമ്പോഴാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഗ്യാസിൻ്റെ ഫ്ലെയിം വെക്കേണ്ടത് ഏറ്റവും കുറഞ്ഞ തീയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. കാരണം ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് അടിഭാഗം നല്ല ക്രിസ്പി ആയിട്ട് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം തന്നെ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുത്ത പാല് തിളപ്പിച്ച പാലാണ്. അപ്പോൾ പാലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മോശമായി പോകില്ല. അതുകൊണ്ടാണ് ഞാൻ തിളപ്പിച്ച് ചേർത്ത് കൊടുത്തത്. നോർമലായിട്ടുള്ള പാലായാലും പച്ചപ്പാലായാലും ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഞാൻ ആദ്യം ഒരു 1/2 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ഒന്ന് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇവിടെ 1/2 ലിറ്റർ പാല് ചേർത്ത് കൊടുത്തപ്പോൾ തന്നെ ഏകദേശം മതിയായിട്ടുണ്ട്. കാരണം ആ ബ്രെഡൊക്കെ ഒന്ന് നന്നായിട്ട് അബ്സോർബ് ചെയ്യുന്ന രീതിയിൽ തന്നെ പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി പാലൊഴിച്ചതിന് ശേഷം നമ്മളിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ആദ്യം ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ബ്രെഡ് വെച്ചിട്ടുള്ള ഹൽവ റെഡിയാക്കി എടുക്കാൻ പറ്റും. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഉച്ചക്കത്തെ ചോറൊക്കെ കഴിച്ചിരിക്കുമ്പോൾ പെട്ടെന്നൊരു മധുരം കഴിക്കണം എന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ മധുരം നമ്മൾ ചേർത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ആദ്യം 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഞാൻ ഇവിടെ കുറച്ച് ഫുഡ് കളർ ചേർക്കുന്നുണ്ട് ഈ ഹലുവയിൽ. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ആ ബ്രൗൺ കളർ അരികൊന്നും കളയാതെ പൊടിച്ചെടുത്തത്. അപ്പോൾ നിങ്ങൾ എസെൻസ് ഒന്നും ചേർക്കുന്നില്ലെങ്കിൽ ഈ കളറൊന്നും ചേർക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അരികൊക്കെ കളഞ്ഞിട്ട് പൊടിച്ചെടുത്താൽ മതി. കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഞാൻ കുറച്ച് ഓറഞ്ച് ഫുഡ് കളറ് കുറച്ച് പാലിൽ ചേർത്തിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പം പൊടി ആയതുകൊണ്ടാണ് ഞാൻ പാല് ചേർത്ത് കൊടുത്തത്. ലിക്വിഡ് ആണെങ്കിൽ നിങ്ങൾ നേരിട്ട് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ മഞ്ഞപ്പൊടി ഉണ്ടെങ്കിൽ മഞ്ഞപ്പൊടി ഒരു നുള്ളി ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഒരു മഞ്ഞ കളറായിരിക്കും. ഇതിപ്പോൾ ഓറഞ്ച് എസൻസ് പൊടി ചേർത്ത് കൊടുത്തത് കൊണ്ട് ഹൽവ ഓറഞ്ച് കളറാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് കളർ ഉണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ കളറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് നെയ്യ് കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നമ്മുടെ ഈ ഹൽവയുടെ പരിവെന്ന് പറയുന്നത് ഈ പാനിൽ നിന്നും ഒട്ടും ഒട്ടാതെ പാനിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നമുക്ക് മുഴുവനായിട്ട് ഇളക്കുന്ന സമയത്ത് ഇങ്ങനെ വിട്ട് കിട്ടണം. ആ ഒരു രീതിയാണ് നമ്മുടെ ഹൽവയുടെ പരിവം. അപ്പോൾ ഞാനിതാ ഈ ഒരു സമയത്ത് കുറച്ചൊരു വാനില എസെൻസ് അല്ല, ഇതിപ്പോൾ വാനിലയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വാനില എസെൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മുടെ ഏലക്കായ് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ചേർത്തപ്പോൾ വാനില എസെൻസ് ചേർത്തപ്പോൾ നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റ് നമുക്ക് ഈ ഹൽവയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഏലക്കായ് വേണമെങ്കിൽ പൊടിച്ചിട്ട് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. കണ്ടില്ല, നെയ്യ് ചേർക്കുമ്പോൾ ഏകദേശം ഒന്ന് നന്നായിട്ടൊന്ന് വിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നെയ്യ് തന്നെ വേണമെന്നില്ല. നമ്മൾ ആദ്യം ഒരു 2 പ്രാവശ്യം ഓരോ ടീസ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മുടെ വെജിറ്റബിൾ ഓയിൽ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക.
ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഹലുവ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പാൻ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹൽവ നന്നായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഞാനിത് ഈ ഒരു പാത്രത്തിലോട്ടാണ് മാറ്റുന്നത്. അപ്പോൾ ഞാനിത് നെയ്യൊന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ബ്രെഡ് ഹൽവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് സ്പൂൺ വെച്ച് കഴിച്ചാൽ മതി. നമ്മൾ കോരി കഴിക്കാറില്ലേ സ്പൂൺ വെച്ചിട്ട്, അതുപോലെ കഴിച്ചാൽ മതി. അപ്പോൾ ഞാനതൊരു പാത്രത്തിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക നമുക്കൊരു ഷേപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ സ്പൂണിൻ്റെ അടിഭാഗത്ത് ഞാൻ നെയ്യ് പുരട്ടിയിട്ടുണ്ട്. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് നല്ല ഷേപ്പിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഷേപ്പിൽ ചെയ്തെടുത്തതിന് ശേഷം കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മൾ ബ്രെഡ് വെച്ചിട്ടുള്ള ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ കുറഞ്ഞ നെയ്യിൽ നമുക്ക് ബ്രെഡ് വെച്ചിട്ട് ഹൽവ റെഡിയാക്കി എടുക്കാൻ പറ്റും. ടേസ്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. കാരണം ബ്രെഡ് കഴിക്കുമ്പോൾ അവർക്ക് മടുപ്പായിരിക്കും. അപ്പോൾ ഇതുപോലെ ഹൽവയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് നല്ല ടേസ്റ്റോട് കൂടി കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വെറൈറ്റി ഡിഷുമായി അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.